ഒരു ദിവസം ആശ്രമത്തിന് ഒരു വെസ്റ്റേൺ മോൻ വന്നു, സ്വിറ്റ്സർലൻഡിലെ മോനാണ്. വന്ന് സിഗരറ്റ് വലിക്കുകയാണ് നമ്മുടെ ആശ്രമത്തെ ഹാളിൻ്റെ മുമ്പിൽ ആ സ്റ്റെപ്പിൽ നിന്ന്. അപ്പം സ്വാമി ഇങ്ങോട്ട് ഓടി വന്നുകൊണ്ട്, അമ്മ ആദ്യം ഞാനെന്തോ പറഞ്ഞു വിടുന്ന സിഗരറ്റ് വലിക്കുന്നത് ആശ്രമമാണ്. ഉടനെ അദ്ദേഹം ഒത്തിരി ചീത്ത വിളിച്ച്. ഉടനെ ഞാൻ പറഞ്ഞു, അമ്മനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നു. പുള്ളി ഇങ്ങനെ ജ്വലിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. ഇവിടെ എന്താ മനുഷ്യർ ഒന്നിനും സ്വാതന്ത്ര്യമില്ലയോ? നമ്മൾ ബഹളം വെച്ചു. എൻ്റെ ബോസ് ഞാനാണ് എന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. എൻ്റെ ബോസ് ഞാനാണ്. ശരി മോൻ എൻ്റെ ബോസ് നീയാണ്. പക്ഷേ അവിടെയും മോൻ്റെ സ്ഥലത്തും ഒരു നിയമമുണ്ടല്ലോ. ഒരു പ്ലെയിനകത്ത് പോലും ഇന്ന സ്ഥലത്തെ സിഗരറ്റ് വലിക്കാവുള്ളൂ, ഇന്നടുത്ത് വലിച്ചുകൂടാ. പ്ലെയിൻ സ്റ്റേഷനിലുമുണ്ട് ഇന്ന സ്ഥലത്തെ വലിക്കാവുള്ളൂ, ഇന്നടുത്ത് വലിച്ചുകൂടാ അവിടെ എന്ന് പറഞ്ഞു. പക്ഷെ കേൾക്കാണ്ട് പുള്ളി ഭയങ്കര ദേഷ്യത്തിപ്പി ആശ്രമം എന്താ പറഞ്ഞു. അപ്പം തിരിച്ച് പുള്ളി പോയ ഇവിടെ ഇരുന്ന് കഞ്ചാവ് വലിച്ച് പോലീസ് ഇവിടെ ജയിലിട്ട് പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി. കുറേ കാലം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ. അതിനുശേഷം ഇപ്പം അമ്മ ഡ്യൂട്ടി ആയിട്ടുണ്ട്. അമ്മ എന്നെ ക്ഷമിക്കണം, ഞാൻ എൻ്റെ ബോസ് ഞാനാന്ന് അമ്മയടുത്ത് അഹങ്കരിച്ച് പറഞ്ഞു. പക്ഷെ ഇപ്പം മനസ്സിലായി എൻ്റെ ബോസ് ഞാനല്ലെന്ന്. കാരണം ഞാൻ ഇത്രയും വസ്തുക്കൾ കടുമയായി ജീവിക്കുന്ന ഞാൻ ഇങ്ങനെ അഹങ്കാരമായിട്ട് പറഞ്ഞില്ലേ, അത് അനുഭവത്തിൽ എനിക്ക് കുറേ ശിക്ഷ കിട്ടി. ഇപ്പോൾ സ്വയം ഞാൻ അതിൽ കിടന്ന് കുറേ മനഃശ്രവണം ചെയ്ത് ബുക്കുകൾ വായിച്ചിട്ട് ജയിലിൽ കിടന്ന് എനിക്ക് മനസ്സിലായി. അനുഭവമാണ് ഗുരു. അപ്പോൾ ഗുരു അനുഭവിച്ച് വന്നുകൊണ്ട് ആ അനുഭവം അത്രയും നമുക്ക് കിട്ടുന്നു. പ്രാക്ടിക്കൽ വശം പോലാണ്. അപ്പോൾ അനുഭവമാണ് നമുക്ക് തരുന്നത്. അപ്പം അനുഭവിച്ച് വന്നതുകൊണ്ട് നമുക്ക് ആ അനുഭവം കൂടെ കിട്ടുമ്പോൾ അത് കുറേ ജന്മം കൊണ്ട് ചെയ്യണില്ല. അപ്പോൾ കുറച്ച് അത്ര ജന്മം വേണ്ടി വരത്തില്ല. ആ ഒരു വ്യത്യാസം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.